രണ്ടുപേർ തമ്മിൽ തല്ലുമ്പോ മൂന്നാമനത് ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് തമ്മിൽ തല്ലാതെ സ്നേഹത്തോടെ കഴിയൂ. സംശയമുണ്ടോ? ആ ചേട്ടാ, മൊത്തത്തിൽ 200 രൂപയായി. താനെന്താ ഡൈനോസറിന്റെ മുട്ടയാണോ വിൽക്കുന്നത്? ഇതിനൊക്കെ ഇത്രയും വലിയ വിലയോ? ഇതിലും ഭേദം ഞങ്ങൾ സ്വന്തമായിട്ടൊരു പോൾട്രി ഫാം തുടങ്ങുന്നതാ. സംശയമുണ്ടോ? ഞങ്ങൾക്കിത് വേണ്ട, താങ്ക് യു. എടാ ബണ്ണി, എടുത്ത് കഴിക്കേ. എന്തായി നോക്കിയിരിക്കുന്നത്? സോർദാറേ, ഈ മുട്ട കണ്ടിട്ട് എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ, നീ ഇനി മുട്ടയിടാൻ പോവാണോ? അല്ല കൂട്ടുകാരെ, മുട്ട വിറ്റ് നമുക്കും കാശുണ്ടാക്കണം. 2 മുട്ട വിറ്റിട്ട് എന്തോ സമ്പാദിക്കാനാ? എടാ കഴുതേ, ഈ 2 എണ്ണമല്ല, പോൾട്രി ഫാം തുടങ്ങുന്ന കാര്യമാ പറഞ്ഞേ. പോൾട്രി ഫാമോ? അതെ, ചിന്തിക്ക്. നമുക്കൊരു പോൾട്രി ഫാം ഉണ്ടാവും. കോഴികൾ മുട്ടയിടും. ആ മുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവും. പിന്നെയും മുട്ടയുണ്ടാവും. ട്രക്കുകൾ നിറച്ച് മുട്ടയുണ്ടാകും. നമ്മളെല്ലാം മുട്ടയുടെ രാജാവാകും. മുട്ടകളുടെ കിങ്. സ്വപ്നം കാണുന്നത് നല്ലതാ, പക്ഷെ നിന്റെ സ്വപ്നം മറ്റുള്ളവരുടെ തലയിലേക്ക് കുത്തിക്കയറ്റുന്നത് ശരിയല്ല. എടാ പോപ്പട്ടെ, പക്ഷേ നീ പകൽക്കിനാവ് കാണുന്നതൊക്കെ നിർത്തിക്കോ. ഈ പറയുന്ന ഒന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൂട്ടുകാരെ, നമ്മൾ ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അതെ, ഒന്നും നടന്നില്ലെങ്കിൽ ബോയിൽഡ് എഗ്, ഓംലെറ്റ്, ഹാഫ് ഫ്രൈ, ഫ്രൈഡ് എഗ്, അങ്ങനെ പല ഐറ്റങ്ങളും കഴിക്കാൻ കിട്ടുമല്ലോ. എടാ, എല്ലാം നമ്മൾ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ബിസിനസ് എങ്ങനെയാ നടക്കുന്നേ? നമ്മൾ സ്വയം ഒന്നും കഴിക്കില്ല, വിൽക്കും, പണം ഉണ്ടാക്കും. എന്താ, നമ്മൾ കഴിക്കുന്നില്ല എങ്കിൽ ഈ ഐഡിയ നല്ല ഐഡിയ എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ദിവസവും 10 മുട്ടകൾ വെച്ച് കിട്ടും. പോരെ? I am on. ഞാനും നിന്നോടൊപ്പം തന്നെ ഉണ്ട്. അത് ശരി. കൂട്ടുകാരുടെ സന്തോഷത്തിൽ പങ്കുചേരാതിരിക്കാൻ മാത്രം ഈ പോപ്പട്ട് അത്ര ക്രൂരനല്ല. ഇനി മുട്ട തന്നെയാണ് നമ്മുടെ ഡെസ്റ്റിനി എങ്കിൽ നമുക്കതൊരു തട്ടുപെളുപ്പം ബിസിനസ് ആക്കാം. സംശയമുണ്ടോ? കൂട്ടുകാരെ, ഞാൻ ബിസിനസ് ഡീലിന് വേണ്ടി പോവുകയാണ്. പോപ്പട്ടെ, നീ ഫാമിന്റെ പബ്ലിസിറ്റി നോക്കിയോണേ. സോർദാറെ, നീ റീറ്റെയിൽ സെയിലും ഡീൽ ചെയ്തോ. പിന്നെ ഹണി, ഫാം നന്നായിട്ട് നോക്കിക്കോണേ. വേടോക്ക് ഫാം നോക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തോളാം. ഓ, അപ്പൊ നീ ഫാം നോക്കൂ അല്ലേ? അപ്പൊ നിന്നിൽ നിന്നും ആ മുട്ടകൾ ആരാ നോക്കുക? തൽക്കാലം കള്ളനെ താക്കോലേൽപ്പിക്കുന്നില്ല. പറയുന്ന ജോലി മാത്രം ചെയ്താൽ മതി. ഹണി എല്ലാ കോഴികൾക്കും തീറ്റ കൊടുത്തോളൂ. എന്നാ ശരി, എല്ലാരും അവരവരുടെ ജോലി നോക്കിക്കോ. നിങ്ങളുടെ പണി തുടങ്ങിയോ? അതെ. അല്ല, നീ ഇവിടെ എന്ത് ചെയ്യുവാ? ഞാൻ ജോഗിങ്ങിന് വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ പിന്നെ നിങ്ങളുടെ ഫാം ഒന്ന് കണ്ടേക്കാന്ന് കരുതി. ജോഗിങ് ചെയ്യുമ്പോ ശരീരം കൂടുതൽ ശക്തമാകും. നെയ്യും ബാദാം പരിപ്പ് കഴിച്ചു നോക്ക. കശുവണ്ടി. അതെ, കശുവണ്ടിയും ബാദാം പരിപ്പും കഴിക്കുമ്പോ ശരീരം കേറി അങ്ങ് പുഷ്ടിക്കും. നമുക്കൊരു 10 കിലോമീറ്റർ ഓടിയിട്ട് വരാം. കശുവണ്ടിയും ബാദാം പരിപ്പും ദഹിക്കണ്ടേ? ഓ, അപ്പൊ ഈ കശുവണ്ടിയും ബദാം പരിപ്പൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാ കോഴികൾ കൂടുതൽ മുട്ട തരുമല്ലേ? ഹണി, യു ആർ സോ ഇന്റലിജന്റ്. നീ എന്തായി ചെയ്യുന്നത്? കോഴികൾക്കൊക്കെ കശുവണ്ടി പരിപ്പ് കൊടുക്കുവാണ്. നീ എന്താ കഴുതയാണോ? അതെ. അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി. കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്ക് കശുവണ്ടി ബാദാം പരിപ്പാണോ കൊടുക്കുന്നത്? അതൊക്കെ ദഹിക്കണമെങ്കിലേ നന്നായിട്ട് ഓടേണ്ടി വരും, അറിയാവോ? ഇത് തന്നെയാ തോത്താറാമൻ പറഞ്ഞേ. അതായത് കശുവണ്ടി ബദാം പരിപ്പൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടി ഓടേണ്ടി വരുമെന്ന്. ഓടിക്കോ ഓടിക്കോ, അല്ലെങ്കിലേ നിങ്ങളുടെ ആരോഗ്യം ഒക്കെ പോകും. അയ്യോ, വേഗം പിടിക്കേ. അതെ അതെ അതെ, വേഗം പിടിക്കാം. എന്റെ അമ്മേ,
ചില നേരത്ത് കോഴിവാലും പുലിവാലാവുമല്ലോ. സംശയമുണ്ടോ? അയ്യോ. ഹണി, നീ എന്തായി ചെയ്തത്? എല്ലാ കോഴികളും ഇപ്പൊ ഓടിപ്പോയേനെ. ഓടിപ്പോവാൻ തന്നെയല്ലേ ഞാൻ ഇപ്പൊ തുറന്നു വിട്ടത്. അല്ലെങ്കിൽ കശുവണ്ടി ബദാമൊക്കെ എങ്ങനെ ദഹിക്കുന്നേ? ആ അതെ, തോത്തറമ്മ എന്നോട് പറഞ്ഞത് കശുവണ്ടി ബദാമൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ ശരീരത്തിന് നല്ല ശക്തി കിട്ടുമെന്ന്. ഞാൻ അവരെ ഒരു ബക്കറ്റ് കശുവണ്ടി ബദാമോ കഴിപ്പിച്ചത്. ആ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഞാനിതൊക്കെ കടമായിട്ടാ വാങ്ങിയത്. മുട്ട വിറ്റ് കഴിയുമ്പോ 70,000 രൂപ തിരിച്ചു കൊടുക്കാം. 70,000 രൂപയോ? ഇത്രയും കാശ്? ഇവൻ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നഷ്ടം വരുത്തി വെച്ചു. സംശയമുണ്ടോ? എടാ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്തിനാ ഇവരെയൊക്കെ ഓടിച്ചു വിട്ടത്? എടാ കഴുതേ, ഇവരിങ്ങനെ ഓടിയില്ലെന്നുണ്ടെങ്കിൽ കശുവണ്ടിയും ബദാം പരിപ്പൊക്കെ എങ്ങനെ ദഹിക്കുന്നേ? കഴുതകളെ വിശ്വസിച്ച് ഒരു ജോലി ഏൽപ്പിക്കുന്നതിലും നല്ലത് മനുഷ്യൻ ജോലിയൊന്നും ചെയ്യാതിരിക്കുന്നതാണ്. എന്റെ കൂട്ടുകാരെ, ഈ കോഴി എങ്ങാനും പോയിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ മുട്ട ഉണ്ടാവില്ലായിരുന്നു, നമുക്ക് ബിസിനസ് കിട്ടില്ലായിരുന്നു. കോഴികൾ വാങ്ങിയവർക്ക് 10 പൈസ പോലും തിരിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നീട് അവരുടെ അടിമ ജോലി ചെയ്ത് ആ കാശ് മൊത്തം തിരിച്ചു കൊടുക്കേണ്ടി വന്നേനെ. എപ്പോഴും പേടിപ്പിക്കുന്ന സ്വപ്നമാണല്ലോ ദൈവമേ. എടാ നിന്റെ ഈ പേടി സ്വപ്നം കാണിക്കൽ കാരണം ഇപ്പൊ ഒന്നിനും ഇറങ്ങി തിരിക്കാൻ പറ്റാത്ത അവസ്ഥയാ. സംശയമുണ്ടോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ അലർട്ടായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ സ്വപ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. എടാ വേഗം വാ, കോഴികൾക്ക് നമുക്ക് തീറ്റ കൊടുക്കാം, എങ്കിലേ അവർ മുട്ട തരികയുള്ളൂ. രണ്ടുപേർ തമ്മിൽ തല്ലുമ്പോ മൂന്നാമനത് ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് തമ്മിൽ തല്ലാതെ സ്നേഹത്തോടെ കഴിയൂ. സംശയമുണ്ടോ? അമ്മേ. അത് പിന്നെ ഞാനിത് കഴിക്കായിരുന്നില്ല, ഇതിന്റെ സൈസ് ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. അയ്യോ സോർദാറെ, മുട്ട പൊട്ടിക്കരുത്, ഇതാണ് വിൽക്കാനുള്ളത്. ഈ കോഴിയുടെ പുറകെ ആയതുകൊണ്ട് തണുത്ത ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ. എന്തൊരു നാറ്റായി വരുന്നത്. ഞാനിവിടെ കഴിക്കുമ്പോ നിനക്ക് വൃത്തികെട്ട നാറ്റമാണോ വരുന്നത്? എടാ അത് കഴിക്കുന്നതുകൊണ്ടല്ല, കോഴി ഫാമിന്റെ അകത്തു നിന്നാ വരുന്നത്. വല്ലാതെ വൃത്തികേടായി, ഇത് വൃത്തിയാക്കേണ്ടി വരും. വേഗം വാ. ഓ എന്റെ കോഴികളെ, ഇനി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാര്യം സാധിച്ചൂടെ? ഇനി എവിടെ സാധിക്കാനാ? എന്നാ പിന്നെ ഇവർക്ക് വേണ്ടി ഒരു 10 കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാം. ഇത് നീ കഴിപ്പിച്ച കശുവണ്ടിയും ബദാം പരിപ്പൊക്കെയാ. ഒരുപാടുണ്ട്, കണ്ടോ? മര്യാദയ്ക്ക് വൃത്തിയാക്കടാ. കൊച്ചളിയ, എനിക്ക് കാല് വേദനിക്കുന്നുണ്ട്, ഒന്ന് മസാജ് ചെയ്ത് തരുമോ? എന്റെ ഹണി, അതിന് ഞാനിവിടെ എഴുന്നേക്കേണ്ടി വരുവാടാ. ഇപ്പൊ എന്റെ നടുവാന്ന് ഉളുക്കിയിരിക്കുക. അയ്യോ, ആരെങ്കിലും ഈച്ച ഒന്ന് ഓടിക്കേ. ഈച്ച ഓടിക്കാൻ പോലും എന്റെ കൈ പൊക്കാൻ കഴിയുന്നില്ല. എല്ലാരും മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്, നാളെ രാവിലെ എഴുച്ച് ഇതേ പണി ചെയ്യാനുള്ളതാണ്. എടാ, ഇങ്ങനെ പോൾട്രി ഫാം നടത്തുകയാണെങ്കിൽ നമ്മളും കുറച്ച് കശുവണ്ടിയും ബദാമും ഒക്കെ വാങ്ങി കഴിക്കേണ്ടി വരും. സംശയമുണ്ടോ? അയ്യോ. അല്ല, ഇവരെന്തിനാ ഈ ബഹളം വയ്ക്കുന്നേ?
എന്റെ അമ്മേ. മണി. ഇത് വല്ലാത്ത നഷ്ടമായി പോയി. നമുക്ക് കോഴികൾക്ക് ഒരുപോലെ പണി കിട്ടി. ഇവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമായിരുന്നു. നീ വിഷമിക്കണ്ട, അതൊക്കെ ശരിയാക്കാം. അല്ലട പോപ്പട്ടെ, സ്വപ്നം കാണുന്ന പോലെയല്ല കാര്യങ്ങള്. അത് നടത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. നമുക്ക് ഈ ബിസിനസ് അങ്ങ് വിടാം. അപ്പൊ പിന്നെ ഈ കോഴികളെ നമ്മൾ എന്താ ചെയ്യുക? ആ കോഴികളുടെ കാര്യം ഞാൻ ഏറ്റു. ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത് അവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കാം. ആ അതെ, ഈ പോൾട്രി ഫാമേ നമുക്ക് പറ്റിയ പണിയേ അല്ല. നമുക്ക് വേറെന്തെങ്കിലും ഫാം തുടങ്ങാം. കൂട്ടുകാരെ, ഒരു ഡയറി ഫാം തുടങ്ങുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുമോ? നീ കൂടുതൽ ഉപദേശിക്കാൻ നിന്നാലുണ്ടല്ലോ, എടുത്ത് വാഷിംഗ് മെഷീൻ അതിട്ട് അലക്കി വെളുപ്പിച്ച് കളയും. സംശയം ഉണ്ടോ കൂട്ടുകാരെ? ഒരു സംശയമില്ല. എന്നാ നമുക്ക് കളിക്കെടുക്കാം. അയ്യോ, വേണ്ട വേണ്ട, ഞാൻ നിർത്തി. പ്ലാൻ ക്യാൻസൽ, പ്ലാൻ ക്യാൻസൽ.